ഇസ്രായേലിനെതിരെ സമുദ്ര ഉപരോധം പ്രഖ്യാപിച്ച് യമൻ. ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവുമെന്നും ഈ മേഖലയിൽ നിന്ന് ആള് ഒയ്യണമെന്നും അതോടൊപ്പം തന്നെ കപ്പൽ സഞ്ചാര റൂട്ട് ഈ ഏരിയ ഒഴിവാക്കിക്കൊണ്ട് സഞ്ചരിക്കണം എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് യമൻ ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. തങ്ങൾ ഈ മേഖല കീഴടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ മേഖല ആക്രമിക്കാൻ പോകുന്നതാണ് എന്ന തരത്തിലുള്ള വളരെ കൃത്യമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി സാധാരണക്കാർക്ക് വേണ്ടി തങ്ങൾ നൽകുന്നു എന്ന തരത്തിലാണ് യമൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചെറിയ മുസ്ലിം രാജ്യം ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ ആക്രമിക്കും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും സമയവും ദിവസവും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവരങ്ങളെല്ലാം നൽകുന്നത്. ഇതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് സംവിധാനം ചെയ്യും എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ സർക്കാർ അഗാധമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊരു വിവരം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ബെൻഗൂറിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു മുന്നറിയിപ്പ് കൂടി യമൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം, വിമാന കമ്പനികളോട് പ്രത്യേകമായിട്ട് പറയുന്നു, ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ സർവീസുകൾ അവസാനിപ്പിക്കുന്നത് വളരെ ഉചിതമാണ്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ ഇസ്രായേൽ ഉണ്ടെങ്കിൽ അവർ രാജ്യം വിട്ടു പോകണം. പ്രത്യേകിച്ച് ബെൻഗൂരിയൻ എയർപോർട്ടിനെ ആശ്രയിക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തണം. ഇത്തരം രണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് യമൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. പരമാവധി തുറമുഖ മേഖല തങ്ങൾ ലക്ഷ്യമിടുമെന്ന് അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, യമൻ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ഹൈഫ തുറമുഖത്തെ ആക്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബെൻഗൂരിയൻ എയർപോർട്ടിനെ ആക്രമിച്ചിട്ടുണ്ട്. ബെൻഗൂരിയൻ എയർപോർട്ടിനെ ഏറെക്കുറെ 4-ലധികം പ്രാവശ്യം ആക്രമിച്ചു. ഏറ്റവും ഒടുവിൽ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായത്. എയർപോർട്ടിനോട് ചേർന്നുകൊണ്ട് മിസൈൽ വീണ് പൊട്ടിത്തെറിച്ച വിവരവും 25 മീറ്ററോളമെങ്കിലും താഴ്ചയിൽ ഭൂമി കുഴിഞ്ഞു പോകുന്ന തരത്തിലാണ് ആഘാതമുണ്ടായത് എന്നത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. തൽക്കാലത്തേക്ക് എയർപോർട്ട് അടച്ചിടുകയും അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഈ മേഖലയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയ വിവരങ്ങളും അതോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ 10 ലക്ഷം പേരെങ്കിലും ഷെൽട്ടറിൽ അഭയം തേടിയിരുന്നു എന്നും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. അത് മുൻകൂട്ടിയുള്ള വിവരണങ്ങളോ അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ സർക്കാർ ജനങ്ങൾക്ക് വിവരം നൽകിയതാണ്. ഇങ്ങനെ ഒരു ആക്രമണം രാജ്യത്തിന് നേരെ വരാനുണ്ട്, അതുകൊണ്ട് സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു എയർപോർട്ട് അക്രമത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് 10 ലക്ഷം പേരെങ്കിലും ഷെൽട്ടറിൽ അഭയം തേടിയിരിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ പറയുന്നത്, പ്രതിരോധ സംവിധാനത്തിൻ്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു എന്ന് ഇസ്രായേലിൽ തന്നെ ബോധ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പരാജയം സർക്കാർ ഉണ്ടായിരിക്കുന്നു എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രതിസന്ധി ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരം പുറത്തു വരുന്നു. നിരന്തരം യമൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ആക്രമണം മറ്റൊരു രാജ്യത്ത് നിന്ന് വരുന്നതിനേക്കാൾ അതീവ ഗൗരവമുള്ളതും കാഠിന്യമുള്ളതും പ്രതിരോധിക്കാൻ സാധിക്കാത്തതുമാണ്. സൈറൺ മുഴങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് ഇപ്പോൾ ഏറെക്കുറെ ഇത്തരം ഒരു ആക്രമണം തങ്ങളുടെ രാജ്യത്തിന് നേരെ വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള വിവരണമായിട്ട് മനസ്സിലാക്കുന്നത്. അതല്ലാതെ പ്രതിരോധം ഒരിക്കലും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം അവിടെ ഉണ്ട്, ഇസ്രായേലിൻ്റെ തന്നെ പ്രതിരോധ സംവിധാനം അയൺഡോം പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനൊക്കെ തകർത്തുകൊണ്ടാണ് ഹൈപ്പർസോണിക് മിസൈൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് അവർ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവർ തുടർച്ചയായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഈ ഭീഷണിക്ക് തുടർച്ചയായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. യമൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അതിക്രൂരമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് ഗസയിലെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്നത്. വലിയ രീതിയിലുള്ള മരണങ്ങൾ ആ മേഖലയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇസ്രായേലിനെതിരെയുള്ള പ്രതിരോധമാണ് തങ്ങൾ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യത്വരഹിതമായിരിക്കുന്ന ക്രൂര പ്രവർത്തനങ്ങൾ നിരന്തരം ഇസ്രായേൽ ചെയ്യുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ
രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തിരിച്ച് ആക്രമണം ഈ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും എത്രത്തോളം ഗസയെ ആക്രമിക്കുന്നോ അല്ലെ ഫലസ്തീന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നോ അത്രയും കാലം നിങ്ങൾക്കെതിരെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണ പരമ്പരകൾ തന്നെ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് യമൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ രീതിയിലുള്ള മുന്നറിയിപ്പുകളും തയ്യാറെടുപ്പുകളും എടുക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ അമേരിക്കയോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു. എന്നാൽ അമേരിക്ക തോറ്റിരിക്കുന്ന ഒരു യുദ്ധത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ ജയിക്കുക എന്നുള്ളൊരു അഭിപ്രായങ്ങളും ഇപ്പോൾ ഇവിടെ ഉയർന്നു വരികയാണ്. ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലധികം നേർക്കുനേരെ അമേരിക്ക യമനെ ആക്രമിച്ചിട്ടുണ്ട്. യമൻ്റെ തിരിച്ചടിയിൽ തകർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ തിരിച്ചടി പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം തന്നെ അവസാനിപ്പിച്ച് അമേരിക്ക അവിടെ നിന്ന് മടങ്ങാനുള്ള കാരണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും അത്രയും ശക്തിയും ബലവുമുള്ള ഒരു രാജ്യം എന്ന നിലക്കും യമനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രൂപമുണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഘട്ടത്തിലും സാധിച്ചിട്ടില്ല എന്ന് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സമ്മതിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സമുദ്ര ഉപരോധം എന്ന് പറയുന്നത് തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണ പരമ്പര വല്ലാതെ സമയം വൈകാതെ തന്നെ യമൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് പ്രതിരോധമുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കൂടിയാലോചനകൾ അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.